നമ്മുടെ ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, വെൻ യു ആർ ഇൻ റൂം ബി ലൈക്ക് എ റൂം എന്ന്. അതേപോലെ നമ്മൾ നാട്ടുപ്രദേശത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നാട്ടുപ്രദേശത്തുള്ള കുക്കിംഗ് സ്റ്റൈൽ ഉണ്ടാക്കിയാലോ. അങ്ങനെ ഉണ്ടാക്കിയ അടുപ്പിലിട്ടുണ്ടാക്കിയ ഒരു തന്തൂരി ചിക്കനാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി. അതോടൊപ്പം ഞങ്ങളുടെ കുറച്ച് വീട്ടിലെ വിശേഷങ്ങളും ഉണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്ലം പുഡിങ്സ്. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തന്തൂരി ചിക്കനാണ്. അതിനു മുമ്പ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഏതൊരു പുതിയ ഫേസ് ഉണ്ട്. ഓക്കെ, ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ അർജുൻ്റെ ബ്രദറാണ് അഭിമന്യു. ഞാൻ ബേസിക്കലി ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. മെഴ്സിഡീസ് ബെൻസിൻ്റെ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു ഡീലർഷിപ്പിൽ. അപ്പോൾ ഇപ്പോൾ ദിവാലി ആയപ്പോൾ നാട്ടിലേക്ക് വന്നു. അപ്പോൾ പിന്നെ സിസ്റ്റർ ഇൻ ലോ ഉണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ടൊരു തന്തൂരി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ അതിനു മുമ്പായിട്ട് ഞാൻ ഒരാളെ കൂടി പരിചയപ്പെടുത്തി തരാം. ഓക്കെ അമ്മ, ഇതാണ് ഞങ്ങളുടെ അമ്മ. എൻ്റെയും എൻ്റെ ചേട്ടൻ്റെയും അമ്മയാണ്. ഇപ്പോൾ സിസ്റ്ററിൻ്റെ പ്രിയങ്കയുടെ അമ്മയാണ്. സോ അമ്മ ബേസിക്കലി ഒരു കൃഷിക്കാരിയാണ്. ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ നന്നായിട്ട് കൃഷിയും കാര്യങ്ങളും ചെയ്യും. അത് നിങ്ങൾ വീഡിയോയിൽ കാണും. അപ്പോൾ ആ കൃഷി വിശേഷങ്ങളും പ്ലസ് ഈ റെസിപ്പിയുടെ ഒരു വീഡിയോയും കൂടിയിട്ടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അമ്മ റെഡി അല്ലേ? റെഡി. നമ്മൾ അടുപ്പിലെ ചിക്കനിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. ചിക്കനുണ്ട്, ഉപ്പുണ്ട്, ഒപ്പം നമ്മൾ ഒരു മാരിനേഷനുള്ള ഒരു മസാലയാണ് ഞാനത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അതോടൊപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ മസാല കൺസിസ്റ്റ് ഓഫ് വാട്ട് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എവറസ്റ്റിൻ്റെ തന്തൂരി ചിക്കൻ മസാല ഉണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ ഓഫ് ചില്ലി പൗഡർ ആൻഡ് ഓൾമോസ്റ്റ് ഹാഫ് എ കപ്പ് ഓഫ് കർഡ് ആൻഡ് 2 pinches ഓഫ് കസൂരി മേത്തി. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു പേസ്റ്റാണ് കേട്ടോ അത്. അതോടൊപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അത്യാവശ്യം നല്ലോണം വേണം. ബിക്കോസ് ഇതെല്ലാം നാച്ചുറലി ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എത്രയും കൂടുതലുണ്ടോ അത്രയും നല്ലതായിരിക്കും. ആൻഡ് ഇതെല്ലാം ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഓയിലും കൂടി നമ്മൾ ഡ്രിസിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്, പക്ഷെ ഞാൻ കാണിക്കാൻ മറന്നുപോയി. ആൻഡ് ഇപ്പോൾ നമുക്ക് മസാല കുറവാണെന്ന് കാണുകയാണെങ്കിൽ ജസ്റ്റ് മറ്റേ തന്തൂരി മസാല കുറച്ചുകൂടെ ആഡ് ചെയ്യാം നമുക്ക് ലേറ്റർ ഓൺ ഇഫ് റിക്വയർഡ്. ഞങ്ങൾക്കിത് കുറച്ച് മതിയായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് വേറെ ആഡ് ചെയ്തിട്ടില്ല. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് മിനിമം 3 to 4 hours, അല്ലെങ്കിൽ അപ് ടു 8 hours വെക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ബിക്കോസ് ആ മസാല നല്ലോണം ചിക്കനിലേക്ക് കയറുകയും ചെയ്യും, ഒപ്പം നമുക്ക് ടേസ്റ്റും അറിയാൻ പറ്റും. ആൻഡ് ഇപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചു. സോ ദാറ്റ് ഈവനിങ്ങിലേക്ക് യൂസ് ചെയ്യാനായിട്ടായതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ മാരിനേറ്റ് ചെയ്ത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടുവിശേഷങ്ങളെന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ പറമ്പാണത്. ഞങ്ങളിപ്പോൾ ടെറസ് എന്നുള്ളൊരു വ്യൂ ആണ് ഈ പറമ്പിലേക്ക് കാണുന്നത്. നമ്മൾ ടെറസിൽ നമ്മൾ അത്യാവശ്യം അമരപ്പയറും അതേപോലെ കോവക്കയും നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യം കോവക്ക ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ കോവക്ക പറിക്കുന്ന ഒരു സീനും കൂടെ കാണാം. ഈ പറഞ്ഞാണ് അമരക്കയുടെ പൂ. ഇപ്പോൾ കുറച്ച് അമരക്ക നമുക്ക് കിട്ടി, ബാക്കിയെല്ലാം പൂവിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ കോവക്ക ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 1-2 കിലോളം നമുക്ക് കോവക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കോവക്ക പറിക്കുന്നത്. സിറ്റിയിൽ ജീവിച്ചതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ എക്സ്പീരിയൻസും ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെയായിരുന്നു എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ്. കോവക്ക പറിക്കുന്നതും അമരക്കയുടെ ചെടിയും നമ്മൾ എങ്ങനെയാണെന്നുള്ളത് എനിക്കൊന്നും അറിയില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തു എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു. അമരക്കയും കോവക്കയും മാത്രമല്ല, നമുക്ക് കുറേ വാഴകളുണ്ട്, അതേപോലെ പപ്പായ ഉണ്ടായിരുന്നു, തെങ്ങുണ്ട്, മുരിങ്ങയുണ്ട്, അങ്ങനെ പലതരം സാധനങ്ങളുണ്ട്. നമുക്ക് പയർ വരെ നട്ടിട്ടുണ്ട്, പക്ഷെ പയറൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതും കാണിച്ചു തരാം. ഞങ്ങളെ സഹായിക്കാൻ കൂടെ വന്ന ഞങ്ങളുടെ അനിയൻ കുട്ടൻ. ഡയറക്ഷൻസ് കൊടുത്തോണ്ട് അമ്മ അപ്പുറത്തുണ്ട് കേട്ടോ. ഉണ്ടാവാറില്ല. ആദ്യമായിട്ടാണ്. പാഷൻ ഫ്രൂട്ട് ഒക്കെ
ഇതാടാ അതാ മുരിങ്ങ. മുരിങ്ങയുണ്ട്, മുരിങ്ങ പൂ കിട്ടിയോ? പൂവ് കയ്യിലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു, ഞാൻ പറഞ്ഞ പോലെ ഒന്നോ 1.5-2 കിലോളം നമുക്ക് കോവക്ക കിട്ടി. അതാണ് നമ്മൾ ഇന്നത്തെ വിളവെടുപ്പ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഓൾമോസ്റ്റ് ഈവനിങ് ആയ സമയത്ത് നമുക്ക് ഇനി മാരിനേഷൻ ചെയ്തെടുത്ത ചിക്കനെ നമുക്കൊന്ന് ചുട്ടെടുക്കണ്ടേ. സോ നമ്മൾ നേരെ ഇതൊരു കമ്പിയിലേക്കാണ് നമ്മൾ ഇടുന്നത്. നമുക്കന്ന് മുളയുടെ സ്ക്യൂർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ കമ്പിയിലാണ് ഇട്ടത്. ഇത് നമ്മൾ നേരെ അടുപ്പിലിടും. ഞാനപ്പോൾ ആദ്യം ഇനീഷ്യലി ഒരു 3 പീസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫ്ലഷി പീസസ് നോക്കി നമ്മൾ ഇതാക്കിയിട്ട് സ്ക്യൂ ചെയ്തിട്ട് വി കെപ്റ്റ് ഇൻ ദ അടുപ്പ്. ഓൾമോസ്റ്റ് 5 to 10 minutes എടുത്തു. അതിൽ നമ്മൾ 1-2 പ്രാവശ്യം മാത്രം ഞങ്ങൾ ഓയിൽ ഡ്രിസിൽ ചെയ്ത് കൊടുത്തു ഒരു ഇച്ചിരി, കാരണം അത് ഡ്രൈ ആവാതിരിക്കാനായിട്ട്. കോഴി ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് വേറൊരു കോഴിയുടെ ശബ്ദം. നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ് ഡസൻ ബിക്കം ടു ഡ്രൈ ആൻഡ് ഓൾസോ ഉള്ളിൽ വെന്തിട്ടില്ലെങ്കിൽ വെന്ത് കിട്ടാനും കൂടി ആകുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് സോഫ്റ്റ്. നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ട് നമ്മൾ നേരെ നമ്മുടെ വാഴയിലേക്ക് അങ്ങോട്ട് എടുക്കുവാണ്. ഇതോടൊപ്പം നല്ല കുറച്ച് പുളിക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഇതിടാം, ലൈം ജ്യൂസ് ഇടാം. ചാട്ട് മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചാട്ട് മസാലയും കൂടി ഇടാം കേട്ടോ. പക്ഷെ നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ലൈം ജ്യൂസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മുടെ ചിക്കൻ തന്തൂരി റെഡി ആയിട്ടുണ്ട്. വലിയ കല്യാണം നോക്കണ്ട, 3 കഷ്ണമുണ്ട്. ഞങ്ങളിപ്പോൾ ട്രൈ ചെയ്യാൻ പോവാണ്, കാരണം മഴക്കാറുണ്ട്. ഓക്കെ, സോ അമ്മ ടേസ്റ്റ് ചെയ്യൂ. ചൂടാണ്. എക്സ്ക്യൂസ് മീ, ട്രൈ. എന്നെ മീൻ പൊളിച്ചതാണ്. ഷെഫിന്റെ ഭാര്യയിൽ ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിച്ച ആളാണ്. അപ്പൊ എങ്ങനെയുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടമ്മ? ഞാൻ ട്രൈ ചെയ്യണേ. പൊളി, ഒരു രക്ഷയില്ല. വിചാരിക്കാത്ത പോലെ ഒന്നുമില്ല, ആള് പുലിയാണ്. അമ്മ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.